അൻവർ UDF ധാരണയ്ക്ക് വീണ്ടും നീക്കം. നിർണായക പ്രഖ്യാപനം നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ നേതാക്കൾ അഭ്യർത്ഥിച്ചെന്ന് PV അൻവർ. അൻവറിനെ കൂടെ കൂട്ടാൻ മുസ്ലിം ലീഗിന്റെ മധ്യസ്ഥ ശ്രമം. ഇന്നത്തെ UDF യോഗം നിർണായകം. നിലമ്പൂരിലെ ഇടതു സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. ഷെറാണ റോയിയോ P ഷബീറോ സ്ഥാനാർത്ഥിയാകും. സ്വതന്ത്രനെങ്കിൽ M തോമസ് മാത്യുവോ ഷിനാസ് ബാബുവോ മത്സരിക്കും. NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാടിനെയും ഇന്ന് പ്രഖ്യാപിക്കും. കനത്ത മഴ തുടരുന്നു. മരം വീണും വീട് തകർന്നും പരക്ക നാശനഷ്ടം. കൂത്താട്ടുകുളം തിരുമാറാടയിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. ചെറായിയിൽ വഞ്ചി മുങ്ങി യുവാവിനെ കാണാതായി. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശം വെള്ളക്കെട്ടിൽ. ട്രെയിൻ റോഡ് ഗതാഗതത്തിനും തടസ്സം. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 3 മണിക്കൂർ വൈകി. ഇന്ന് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. ആശങ്കയായി ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നു. പലയിടത്തും ഷട്ടറുകൾ തുറന്നു. നീരൊഴുക്ക് കൂടിയാൽ കൂടുതൽ വെള്ളം തുറന്നുവിടും. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. മൂവാറ്റുപുഴയാർ അപകടരേഖയ്ക്ക് മുകളിൽ. കക്കയം ഡാം ഉടൻ തുറന്നേക്കും. നിറഞ്ഞൊഴുകി വാഴച്ച. മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ DGPക്ക് പരാതി നൽകി ഉണ്ണി മുകുന്ദൻ. പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം. സത്യം പുറത്തുവരുമെന്നും നീതിക്കായുള്ള പോരാട്ടമെന്നും നടത്തും. കടുവയ്ക്ക് വെച്ച കൂട്ടിൽ കുടുങ്ങിയത് പുലി. മലപ്പുറം കരുവാരക്കുണ്ടിലെ നരഭോജി കടുവയ്ക്കായുള്ള കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റ് C ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നു. അതിർത്തിയിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മു കാശ്മീരിൽ. പാക് ഷെല്ലുകൾ വീണ്ട പൂഞ്ച് ജില്ലയിൽ സന്ദർശനം. മരിച്ചവരുടെ കുടുംബങ്ങളെയും കാണും. ഓപ്പറേഷൻ ഷീൽഡ് 2ാം സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നാളെ.